നമസ്കാരം. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചതിനെ ഗർഭകാല പാരസെറ്റമോൾ ഉപയോഗവുമായി ബന്ധപ്പെടുത്തിയ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദങ്ങളെ തള്ളി പുതിയ പഠനം. യുഎസിൽ ടൈലനോൾ എന്ന ബ്രാൻഡ് നെയിമിലാണ് പാരസെറ്റമോൾ അറിയപ്പെടുന്നത്. ഗർഭിണികൾ ടൈലനോൾ കഴിക്കരുതെന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ ട്രംപ് പറഞ്ഞതും ആ മരുന്നിന് ഓട്ടിസവുമായി ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന പഠനങ്ങൾ യുഎസ് ഭരണകൂടം ഉദ്ധരിച്ചതും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ ഗർഭിണികൾ പാരസെറ്റമോൾ കഴിക്കുന്നതും അവർ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം ബാധിക്കുന്നതും തമ്മിൽ ബന്ധമൊന്നുമില്ലെന്നാണ് ദി ലാൻസെറ്റ് ഒബ്സ്ട്രിക്സ് ഗൈനക്കോളജി ആൻഡ് വിമൻസ് ഹെൽത്ത് ജേണലിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനം പറയുന്നത്. ഗർഭകാലത്ത് അസറ്റാമിനോഫെൻ അല്ലെങ്കിൽ പാനഡോൾ, ടൈലനോൾ തുടങ്ങിയ ബ്രാൻഡ് നാമങ്ങളിൽ അറിയപ്പെടുന്ന പാരസെറ്റമോൾ കഴിച്ചാൽ കുഞ്ഞിന് ഓട്ടിസം, ADHD അല്ലെങ്കിൽ ബുദ്ധിപരമായ വൈകല്യത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നില്ല എന്നാണ് ഗവേഷണത്തിൽ വ്യക്തമാക്കുന്നത്. ഗർഭാവസ്ഥയുടെ ഏത് ഘട്ടത്തിലും പനിക്കും വേദന കുറയ്ക്കാനും സുരക്ഷിതമായും ഫലപ്രദമായും ഉപയോഗിക്കാമെന്നാണ് പഠനത്തിൽ പറയുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലെ സിറ്റി സെന്റ് ജോർജസിൽ പ്രൊഫസറായ അസ്മ ഖലീലാണ് ഗവേഷണ പഠനത്തിന് നേതൃത്വം നൽകിയത്. ഗർഭിണികൾക്ക് സുരക്ഷിതമായി കഴിക്കാവുന്ന ഏക വേദന സംഹാരിയാണ് പാരസെറ്റമോൾ അഥവാ ടൈലനോൾ എന്നും പഠനം വ്യക്തമാക്കുന്നുണ്ട്. പാരസെറ്റമോൾ ഓട്ടിസം ബന്ധം സംബന്ധിച്ച് 43 പഠനങ്ങളാണ് അസ്മയും സംഘവും സൂക്ഷ്മമായി അവലോകനം ചെയ്തത്. ഓട്ടിസവുമായി ബന്ധപ്പെട്ട് 2.6 ലക്ഷം കുട്ടികളിലും ADHDയുമായി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറുമായി ബന്ധപ്പെട്ട് 3.3 ലക്ഷം കുട്ടികളിലും മറ്റു ഭൗതിക വെല്ലുവിളികളുമായി ബന്ധപ്പെട്ട് 4.5 ലക്ഷം കുട്ടികളിലും നടത്തിയ 3 പഠനങ്ങൾക്കായിരുന്നു സവിശേഷ പ്രാധാന്യം നൽകിയത്. പാരസെറ്റമോളും ഓട്ടിസവും തമ്മിൽ പ്രബലമായ ബന്ധമുണ്ട് എന്നതിന് തെളിവൊന്നും കണ്ടെത്താനായിട്ടില്ല. ട്രംപിന്റെ വാദം ഉറപ്പിക്കാനായി യുഎസ് ഭരണകൂടം ഉദ്ധരിച്ച പഠന വിശകലനങ്ങളെല്ലാം തന്നെ മുൻവിധിയുള്ളതോ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതോ ആണെന്നും പഠനം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഗർഭിണികൾ ടൈലനോൾ പോലുള്ള വേദന സംഹാരികൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വലിയ ആരോഗ്യ ചർച്ചകൾക്ക് വഴി തുറക്കുന്നതായിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. ഗർഭാവസ്ഥയിൽ ടൈലനോൾ അമിതമായി ഉപയോഗിക്കുന്നത് കുട്ടികളുടെ നാഡീവ്യൂഹ വികാസത്തെ ബാധിച്ചേക്കാമെന്ന ആശങ്കയായിരുന്നു ട്രംപ് പങ്കുവച്ചത്. ഗർഭാവസ്ഥയിൽ ടൈലനോൾ അമിതമായി ഉപയോഗിക്കുന്നത് കുട്ടികളുടെ നാഡീവ്യൂഹ വികാസത്തെ ബാധിച്ചേക്കുമെന്ന് പറഞ്ഞ ട്രംപിന്റെ പ്രസ്താവനയാണ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നത്. അമേരിക്കയിൽ ടൈലനോളിന്റെ നിർമ്മാതാക്കൾക്കെതിരെ സമാനമായ വിഷയത്തിൽ നിരവധി കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ട്രംപിന്റെ പ്രസ്താവന വന്നതോടെ ആരോഗ്യരംഗത്തെ വിദഗ്ധർ വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി രംഗത്തെത്തുകയായിരുന്നു. ടൈലനോൾ ദീർഘകാലം ഉപയോഗിക്കുന്നത് ദോഷകരമാണെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ടെങ്കിലും പനി പോലുള്ള സാഹചര്യങ്ങളിൽ ഇത് ഒഴിവാക്കുന്നത് ഗർഭിണികൾക്ക് മറ്റ് അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ടൈലനോൾ ലോകമെമ്പാടും ഗർഭിണികൾക്ക് സുരക്ഷിതമായി നൽകി വരുന്ന ഒരു മരുന്നാണ്. എങ്കിലും ഏത് മരുന്ന് കഴിക്കുന്നതിനു മുൻപും സ്വന്തമായ തീരുമാനമെടുക്കാതെ ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടത് അനിവാര്യമാണ്. അമിതമായ അളവിലും ദീർഘകാലത്തേക്കുള്ള ഉപയോഗം ഒഴിവാക്കണമെന്നുമാണ് നിലവിലെ പൊതുവായ മെഡിക്കൽ നിർദ്ദേശം. തലവേദന, നടുവേദന, പല്ലുവേദന, ആർത്തവ വേദന, ജലദോഷം, പനി എന്നിവയുമായി ബന്ധപ്പെട്ട ശരീരവേദന, വാക്സിനേഷനുമായി ബന്ധപ്പെട്ട കുത്തിവയ്പ് സ്ഥലത്തെ വേദന എന്നിവയുൾപ്പെടെ ഏത് തരത്തിലുള്ള വേദനയും ഭേദമാക്കാൻ ഈ മരുന്നിന് സാധിക്കുമെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം ഉപയോഗം.